പത്തനംതിട്ടയിലെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ജില്ലാതല യോഗത്തിൽ വിവിധ തരത്തിലുള്ള ജനവിഭാഗങ്ങളെ പ്രതികരിച്ചവരാണ് ഈ നേതൃയോഗത്തിൽ പങ്കെടുത്തത്, ജില്ലാതല യോഗത്തിൽ പങ്കെടുത്തത്. അതിൽ വിവിധ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വന്നു. അതായത് ഈ തൊഴിൽ സംരംഭങ്ങൾ, ഒപ്പം തന്നെ വ്യവസായ മേഖലയിലെ മാറ്റങ്ങൾ, വിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖല, അങ്ങനെ ആരോഗ്യരംഗം ഒക്കെ വന്നതാണ്. അപ്പോൾ അതിൽ വിവിധ നിർദ്ദേശങ്ങൾ വന്നു. അപ്പോൾ നമുക്ക് നിർദ്ദേശങ്ങൾ IT മേഖലയുമായി ബന്ധപ്പെട്ട്, സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ നമ്മൾ IT പാർക്ക് പോലത്തെ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഒരു വെന്യൂ, ഒരു കേന്ദ്രം വേണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. ആ നിർദ്ദേശം വെച്ച ആൾ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് മുന്നിൽ അങ്ങനൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അത് പത്തനംതിട്ടയിൽ വച്ച് ഇങ്ങനൊരു യോഗം നടത്തുമ്പോൾ പത്തനംതിട്ടയിലെ വികസനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വാഭാവികമായി ഉയർന്നു വരാം. അതിലാണ് ഈ സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വെന്യൂ, ഒരു കേന്ദ്രം, ഒരു ചെറിയ IT പാർക്ക് പോലെ ഒരു കേന്ദ്രം വേണമെന്ന് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ വച്ച നിർദ്ദേശം എന്താണ്, ഒപ്പം തന്നെ മുഖ്യമന്ത്രി അതിനെന്താണ് മറുപടി നൽകിയത്? എൻ്റെ പേര് ജിക്കു എന്നാണ്. ഞാൻ റാന്നി സെൻറ് തോമസ് കോളേജിലെ കൊമേഴ്സ് വിഭാഗം അധ്യാപകനാണ്. അവിടെ തന്നെ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് സെൻറ്ററിൻ്റെ ചുമതലയുള്ള അധ്യാപകനാണ്. ഞങ്ങൾക്ക് കോളേജിൽ തന്നെ ഏകദേശം 5ഓളം ടെക്നോളജി സ്റ്റാർട്ടപ്പും 13ഓളം MSME യൂണിറ്റുകളും വിദ്യാർത്ഥികളായിട്ടുണ്ട്. അതുമാത്രമല്ല, പഠിക്കുന്ന വിദ്യാർത്ഥികൾ പലരും പഠനത്തിന് ശേഷം സ്റ്റാർട്ടപ്പ് തുടങ്ങാനോ അല്ലെങ്കിൽ അവരുടെ ജോലി ആവശ്യത്തിനോ വേണ്ടി തിരുവനന്തപുരത്തോ എറണാകുളത്തോ ഉള്ള ടെക്നോ പാർക്കിനെയോ ഇൻഫോ പാർക്കിനെയാണ് ആശ്രയിക്കുക. എന്നാൽ ഈ ജില്ലയിൽ തന്നെ അങ്ങനൊരു കേന്ദ്രമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോവർക്കിംഗ് സ്പേസ് എന്ന നിലയിലോ അല്ലെങ്കിൽ മിനി ഇൻക്യുബേഷൻ സെൻറ്റർ എന്ന രീതിയിലോ ഒരു കേന്ദ്രമുണ്ടെങ്കിൽ ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാനും ഇവിടെ തന്നെ അവരുടെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെ കെട്ടിപ്പടുക്കാനാവും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ തന്നെ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ജില്ലകളിലൊന്നാണ് പത്തനംതിട്ട. തീർച്ചയായിട്ടും ഇവിടെ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് ഈ ജില്ലയുടെ സൗന്ദര്യം നുകർന്നുകൊണ്ട് ആളുകൾക്ക് ഇവിടെ തന്നെ ഇരുന്ന് സംരംഭം തുടങ്ങി വെക്കാൻ പറ്റും. മാത്രമല്ല, ടൂറിസം രംഗത്തുള്ള സ്റ്റാർട്ടപ്പുകൾക്കും മറ്റു തരത്തിൽ കാർഷിക മേഖല അടക്കമുള്ള മേഖലയിലുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകൾക്കും പത്തനംതിട്ട ജില്ലയിൽ വലിയ സാധ്യതയുണ്ട്. അതിനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനും സാധിക്കും. ഇപ്പം ഇന്ന് ഈ ഒരു യോഗം പത്തനംതിട്ടയിൽ നടത്തി. 3ാമത്തെ ജില്ലയാണ്. ഒന്ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ചു, വയനാട് നിന്ന് ആരംഭിച്ചു. ഇനി 14 ജില്ലകളിലേക്ക് മുഖ്യമന്ത്രി പോവുകയാണ്. ബാക്കി വരുന്ന 11 ജില്ലകളിൽ വീണ്ടും യോഗം ഉണ്ടാകും. ഇങ്ങനെ സർക്കാർ ജനങ്ങളിലേക്ക് ജനാഭിലാഷം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇറങ്ങി വരുന്ന ഈ ആശയത്തെ എങ്ങനെയാണ് ഈ രംഗത്ത് പുതിയ തലമുറ വരണമെന്നും സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് പുതിയ വഴികൾ തുറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എങ്ങനെ കാണുന്നത്? സ്റ്റാർട്ടപ്പ് രംഗത്ത് ആക്ച്വലി കേരളം വലിയ കുതിച്ചാട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 6000-ഓളം സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ മൊത്തത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരിൽ പലതും നന്നായിട്ട് തന്നെ സ്കെയിലപ്പ് ചെയ്ത് പോകുന്നുണ്ട്, ഗ്ലോബൽ ആയിട്ടുള്ള കമ്പനികളായിട്ട് മാറുന്നുണ്ട്. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ടാണ് ഇത്ര നിലത്തിൽ മികച്ച രീതിയിലുള്ള സ്റ്റാർട്ടപ്പ് ഹബ്ബായി കേരളത്തെ മാറ്റാൻ സാധിച്ചത്. ഓൾ ഇന്ത്യ ലെവലിലുള്ള റാങ്കിങ് നമ്മൾ നോക്കിയാലും കേരളമാണ് 1ാം റാങ്കിൽ ഏകദേശം അടുത്ത് നിൽക്കുന്നത് കേരളമാണ്. തീർച്ചയായിട്ടും സ്റ്റാർട്ടപ്പ് രംഗത്ത് കേരളത്തിന് വലിയ സാധ്യതയുണ്ട്. മാത്രമല്ല, നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലെ യുവജനങ്ങൾ ഏറെ എഡ്യൂക്കേറ്റഡ് ആണ്, സാക്ഷരതയിലടക്കം നമ്മൾ മുമ്പിലാണ്. അപ്പം സ്റ്റാർട്ടപ്പ് രംഗത്ത് നമ്മൾ കുതിച്ചാട്ടം നടത്തിയാൽ തീർച്ചയായിട്ടും ഈ കേരളത്തിൻ്റെ എക്കോസിസ്റ്റം തന്നെ, എക്കണോമി തന്നെ വലിയ രീതിയിൽ മാറ്റമുണ്ടാവും. നമ്മുടെ തൊഴിൽ സാധ്യത ഏറും. ഈ സംസ്ഥാനത്തെ ലോകത്തിൻ്റെ നിറയിൽ തന്നെ സ്റ്റാർട്ടപ്പ് ഹബ്ബിൽ തന്നെ എത്തിക്കാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നമ്മുടെ സർക്കാരിനടക്കം നടത്താൻ വേണ്ടി പറ്റും. അതിൻ്റെ ചൂട് പിടിച്ചു വന്നോണം ഇന്ന് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്. സർക്കാർ തന്നെ നടപ്പിലാക്കിയ, കേരളത്തിലെ ക്യാമ്പസിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് IEDC എന്ന പദ്ധതി. അതിന്ന് ഏകദേശം 500-ൽ പരം ക്യാമ്പസിലുണ്ട്. സർക്കാർ ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് 1000-ൽ പരം ക്യാമ്പസുകളിലേക്ക് അത് മാറ്റുക എന്നുള്ളതാണ്. അത് വരുമ്പോഴേക്കും കേരളത്തിലെ ഓരോ ക്യാമ്പസുകളും സ്റ്റാർട്ടപ്പ് ഹബ്ബുകളായി, സ്റ്റാർട്ടപ്പ് സെൻറ്ററുകളായിട്ട് മാറുകയാണ്. കുട്ടികൾക്ക് അവിടെ തന്നെ ഇരുന്ന് പഠിക്കുകയും അവിടെ തന്നെ അവർ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ തുടങ്ങാൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഇപ്പോൾ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസുള്ള പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 5 ഏക്കർ ലാൻഡിൽ വരുന്ന ക്യാമ്പസുകളിൽ സ്റ്റാർട്ടപ്പ് സെൻറ്ററുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഡസ്ട്രി സെൻറ്ററോ ആരംഭിക്കാൻ പറ്റും. അതുവഴി ക്യാമ്പസിനുള്ളിൽ തന്നെ കുട്ടികൾ ഇൻറ്റേൺഷിപ്പ്, ജോലി, അവരുടെ സ്വന്തമായിട്ടുള്ള സംരംഭം കെട്ടിപ്പടുക്കാനുള്ള മാർഗ്ഗങ്ങളാണ് ക്യാമ്പസിൽ വരിക. അത് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ വലിയ ശ്രമമാണ്. അതിനേറെ ഹൃദയം നിറഞ്ഞ പിന്തുണ അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ അറിയിക്കുകയാണ്.